ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മഴയാണ്, ഇവിടെ നല്ല മഴയാട്ടോ. ഞാൻ രാത്രിയിലായിരുന്നു എഡിറ്റ് ചെയ്യുന്നത്, ഭയങ്കര മഴയുണ്ട്. പിന്നെ നമ്മളൊരു ചലഞ്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ ചലഞ്ച് വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുമക്കൾ അതിന് നമ്മളെ അനുവദിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ നാരങ്ങ ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ എല്ലാവരും ഏതാണ്ട് ഒരു ആപ്പിൾ കഴിക്കുന്ന ഒരു രുചിയോടെയാണ് നാരങ്ങ കഴിച്ചത്. കാര്യം പുളി കുറവായിരുന്നെന്ന് തോന്നുന്നു. പിള്ളേരെല്ലാം മേടിച്ച് കഴിക്കുകയായിരുന്നു. അപ്പോൾ ചലഞ്ച് ചെയ്യാൻ ഉള്ള സാധനവും കിട്ടിയില്ല. ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നവർക്ക് വലിയൊരിത് തോന്നിയതുമില്ല. എല്ലാവരും അങ്ങ് നല്ല എന്തോ ഒരു ആപ്പിൾ കഴിക്കുന്ന രുചിയോടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു എല്ലാവർക്കും. ജാസൂട്ടനാണെങ്കിൽ എനിക്ക് നാരങ്ങ താന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവന് കൊടുത്തെങ്കിലും അവനും കഴിച്ചു. അന്നേരം പിന്നെ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് എടുക്കാൻ ഇങ്ങോട്ട് കഴിഞ്ഞില്ല. പിന്നെ എടുത്ത വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും നാരങ്ങ കഴിച്ചു കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മിഠായിയൊക്കെ കൊടുത്തു എല്ലാവർക്കും. പിള്ളേരെല്ലാവരും ചെയ്തത്. അപ്പം അവർക്കൊരു സന്തോഷത്തിന് മിഠായിയൊക്കെ കൊടുത്തു. ഷെമീറ കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് ഷെമീറ ഓടിപ്പോയി. എന്നിട്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു അടിപൊളി രുചിയായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉപ്പും കൂട്ടി കഴിക്കായിരുന്നു. പിഞ്ച് നാരങ്ങ ആയിരുന്നു കേട്ടോ. പിഞ്ച് നാരങ്ങ ആയതുകൊണ്ടായിരിക്കണം, പുളി കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ചുമ്മാ കുറച്ച് നേരം അവിടെ വെച്ചിട്ട് നല്ലോണം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോയത്. പക്ഷേ പിള്ളേർ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. ഭയങ്കര ബഹളമായിരുന്നു ഇന്നലത്തെ ദിവസം. ഭയങ്കര ബഹളമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ചെറിയ രീതിയിൽ ഞങ്ങൾ ചെയ്തു. ഇനി ഞങ്ങൾ ചലഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അടിപൊളി വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. എല്ലാവരും കയറി കാണണം. ഞങ്ങളുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുകയും വേണം. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ കമ്പനി അവിടെ നിന്നാണ് കേട്ടോ ചെയ്യുന്നത് വീഡിയോ. അവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ പിള്ളേർ വരും. അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാമെന്നുള്ള രീതിയിലാണ് പോയത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. പിള്ളേർക്കും വലിയവർക്കും എല്ലാം വീഡിയോ എടുക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ആരും മാറിയൊന്നും നിൽക്കത്തില്ല. എല്ലാവരും വരും നമ്മളോടൊപ്പം ചേരാൻ. എല്ലാവരും വരും. അല്ലാതെ വയ്യാന്നുള്ള രീതി ആരും നിൽക്കത്തില്ല. എല്ലാവരും സന്തോഷത്തോടെ നമ്മുടെ കൂടെ പങ്കുചേരും. നമ്മൾ ഒരുമിച്ച് നിന്ന് അവർ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നത്, നമുക്ക് എല്ലാം ചെയ്യാമെന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്കൊരു കണ്ടൻറ് ഉണ്ടാക്കാനാണെങ്കിൽ നല്ലതുപോലെ കണ്ടൻറ് ഉണ്ടാക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മളെല്ലാം എടുത്തിടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ നമ്മളൊന്നും എടുത്തിടാത്ത, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. അതുകൊണ്ടാണ് പിന്നെ എല്ലാ ദിവസവും ഇടാനുള്ളൊരു കണ്ടൻറ് നമ്മുടെ കയ്യിൽ ഇല്ലാതാനും. അന്നേരം പിന്നെ എപ്പോഴും എല്ലാം അങ്ങ് ഇടണ്ടല്ലോ. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് അത് വെച്ച് മാത്രമാണ് നമ്മളൊന്നും ഇടാത്തത്. പിന്നെ അജിക്കുട്ടൻ്റെ കുറച്ച് വിശേഷമാണ്. രാത്രിയായപ്പോൾ വീട്ടിൽ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ, മുകളിൽ നിന്ന്. അപ്പോൾ അജിക്കുട്ടനും ഞാനും കൂടെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അജിക്കുട്ടൻ അവരെ വാപ്പിയെ നോക്കി നിൽക്കുക. ഞങ്ങളവിടെ അജിക്കുട്ടന് വലിയ മഴ പെയ്യുന്നതും ഇടിയും കൊല്ലിയാനും കൊടുന്ന് ഭയങ്കര പേടിയാണ്. അപ്പോൾ അജിക്കുട്ടൻ ഇങ്ങനെ വാപ്പിയെ നോക്കി ഞങ്ങൾ കാര്യവും പറഞ്ഞൊക്കെ നിൽക്കും. അപ്പോൾ വലിയ മഴ പെയ്യുകയാണെങ്കിൽ ഓടി എൻ്റെ അടുത്തോട്ട് വരും. അന്നേരം ഇങ്ങനെ ഞാനുണ്ടായിട്ട് മാത്രം അവിടെ വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം അജിക്കുട്ടൻ്റെ വാപ്പി അവിടെ നിന്ന് വന്ന് ഞങ്ങൾ അവിടെ നിൽക്കുമ്പം തന്നെ കാണാം അവിടെ നിന്ന് വാപ്പി വരുന്നത് കാണാം. അങ്ങനെ വാപ്പി അന്നേരം ഞാനിങ്ങനെ ചോദിക്കുന്നത് ആരെ നോക്കി നിൽക്കുകയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഉമ്മിയെ നോക്കി നിൽക്കുക. കാര്യം എന്നെ നോക്കി നിന്ന് സംസാരിക്കുക. അന്നേരം പറയുകയാണ് ഉമ്മച്ചിയെ നോക്കി നിൽക്കുകയെന്ന്. അന്നേരം പിന്നെ കുഞ്ഞിൻ്റെ വാപ്പിയുടെ ഒരു ഹോണടി കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ വാപ്പി വരുന്നത്. അങ്ങനെ കുഞ്ഞ് വാപ്പിയെ കാണാൻ ഇപ്പോൾ ഓടും. എന്തിനാണെന്നറിയാമോ വാപ്പിയെ തിരക്കി നിൽക്കുന്നത്? മിഠായി കൊണ്ടുവരും, അത് കഴിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പം വാപ്പിയെ കാണുമ്പോൾ ഒരു ഓട്ടം ഉണ്ടോ. എൻ്റെ കുഞ്ഞ് ഉടുപ്പൊന്നും ഇല്ലാതെ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ